മനുഷ്യമുഖങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി. ഒറ്റ ക്യാൻവാസിൽ 300ഓളം മുഖങ്ങൾ. കലയും സമാധാനവും എങ്ങനെ ഇഴചേർക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തരികയാണ് ദുബായിലെ കലാകാരനായ സിജിൻ ഗോപിനാഥ്. റഷ്യ ഉക്രൈൻ വാറിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ സമയത്തായിരുന്നു ഗാസ ഇഷ്യൂ ഒക്കെ വന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഇത് റെലവൻ്റ് ആണ്. അത് ഈ യുദ്ധം ഈ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടോ അത്ര നാളും ഈ ഒരു ആർട്ടിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ആർട്ട് മാത്രമല്ല, ഈ ഒരു സന്ദേശത്തിൻ്റെ. ഒരു യുദ്ധകാലത്ത് തുടങ്ങി മറ്റൊരു യുദ്ധകാലത്തിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങൾ. 40ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുടെ മുഖങ്ങൾ. ദുബായ് സൂക്കൽ മർഫയിലായിരുന്നു തുടക്കം. ഇതിൽ ആദ്യം വരച്ചതെന്ന് വെച്ചാൽ അത് ഒരുപാട് നടന്നു പോകുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ഒരു സൂക്കൽ മർഫയിൽ ഈ ഒരു ആഫ്രിക്കൻ ഒരാൾ, അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഒരു ടോയ്സ് ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു ആഫ്രിക്കൻ ഒരാളിനെയായിരുന്നു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരച്ചത്. പിന്നെ അതിനുശേഷം പിന്നെ ഇത് വരച്ച് തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ വരയ്ക്കുമോ അടിയും. പിന്നെ ഇതിൽ വരച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു സംഭവം, ഒരു അമ്മ, ഈ ഒരു അമ്മ ഒരു സിറിയൻ ഒരു അമ്മ എന്തോ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ ഞാൻ വരച്ച് പകുതിയായപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇതെൻ്റെ ഫേസ് പോലെ അല്ല, ഞാൻ ഇതിൽ നിന്നും ചെറുപ്പമാണെന്ന്. അപ്പോഴത്തേക്കും മരുമോൾ ചിരിക്കുന്ന സൈഡിൽ നിന്ന് വെച്ചാൽ മരുമോൾക്ക് അറിയാം സെയിം അതുപോലെ ആയിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്കും പറയാൻ വയ്യ. സൂക്കൽ മർഫയിൽ തുടങ്ങി സിറ്റി വാക്ക്, ഷാർജ, അജ്മാൻ, വിവിധ സ്കൂളുകൾ, ഇങ്ങനെ പല ദേശങ്ങളിലൂടെ പല കാലങ്ങളിൽ സഞ്ചരിച്ച് ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടെത്തി. ഇന്ത്യ, UAE, പാകിസ്ഥാൻ, ഇറ്റലി, കാനഡ, ഓസ്ട്രേലിയ. ചിരിമുഖങ്ങൾ ഇങ്ങനെ അനവധി രാജ്യങ്ങളിൽ നിന്നുമുണ്ട്. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും കാലത്ത് ചിരിയാണ് പ്രധാനമെന്ന് പറയും സിജിൻ ഗോപിനാഥ്. ഇതിപ്പോൾ ഫേസ് എന്ന് പറയുന്ന മുഖമാണ് ഇപ്പോൾ ഒരാളിൻ്റെ ഇപ്പോൾ ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഭാഗം. ആ ഒരു ഫേസും ഇപ്പോൾ ഒരാളുടെ ഒരു ചിരിച്ചൊരു ഫേസ് അതിൽ കൂടെയാണ് കൂടുതലും എക്സ്പ്രഷൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫേസ് ചൂസ് ചെയ്തത്. ഇപ്പോൾ അത് മാത്രമല്ല, നോക്കുകയാണെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്ന ക്ലോത്തിലാണെങ്കിലും ആ ഒരു ഫേസും എക്സ്പ്രഷൻസും ഒക്കെ എനിക്ക് വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ എന്തിലാണ് ഏറ്റവും സ്ട്രോങ് അല്ലാത്തത് അതിൽ കൂടുതൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പണ്ടൊക്കെ ഫേസ് വരയ്ക്കാനോ അല്ലെങ്കിൽ ഐസ് വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു സ്മൈലോ അല്ലെങ്കിൽ ടീത്തൊക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര പിന്നോട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു വീക്ക് വശം ഞാനത് ഓവർകം ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം എന്നെ പുഷ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് ചെയ്തത്. നേരിട്ട് കണ്ടവരെ മാത്രമാണ് സിജിൻ ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളത്. മലയാള സിനിമയിൽ നിന്നും മോഹൻലാൽ മാത്രം. നിറങ്ങൾ ചേർക്കാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യൂഡിൽ രീതിയും ചുമർചിത്ര ശൈലിയും സംഗമിപ്പിച്ചാണ് രചന. ഇത് ഒരു ഡൂഡിൽ ഒരു മ്യൂറലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലിലായിരുന്നു ചെയ്തേക്കുന്നത് ഈ ഒരു പോർട്രേറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരെയും മുന്നേ വെച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പ്രഷനും അവരുടെ സന്തോഷവും, ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഒരു ആളുടെ ഒരു പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് പൈസ തരാൻ അവരുടെ കാണണമെന്നില്ല. ഇപ്പോൾ ചെറിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു വരയ്ക്കുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം ഉള്ളിലുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയും കൂടിയാണ് ഇതിൽ ഞാൻ ഇതുവഴി കൺവേ ചെയ്യുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ് സിജിൻ ഗോപിനാഥ്. 10 വർഷം മുൻപ് ദുബായിലെത്തി. അധ്യാപികയായ ശ്രീദേവിയാണ് ഭാര്യ. മകൾ നോറ. ഡൂഡിൽ ചിത്രകലയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സിജിൻ. ലോക സമാധാനവും മനുഷ്യന്റെ ചിരിക്കുന്ന മുഖങ്ങളും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും, ഇങ്ങനത്തെ ഈ ആർട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതുവഴിയുള്ളൊരു മെസ്സേജ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആർട്ടെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ എത്രയെങ്കിലും വായിക്കുന്നതിനോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയൊക്കെ ഒരുപാട് ശക്തിയായിട്ട് നമുക്കൊരു വിഷ്വലായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ചിത്രം വഴി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അധികൃതരുടെ നല്ല വാക്കുകൾ സിജിന്റെ യാത്രയ്ക്ക് കരുത്താണ്. ഗിന്നസ് റെക്കോർഡാണ് അടുത്ത ലക്ഷ്യം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് സിജിൻ ഗോപിനാഥ്.